പീരിമേട്ടിലെ തോട്ടം തൊഴിലാളി നേതാവിന്റെ വിജയത്തിൽ ഇഷ്ടദേവതയ്ക്ക് അന്നദാനം നടത്തി കൊച്ചുകരുതിരുവി സ്വദേശി ഗോപാലനും വസന്തിയും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസ് വിജയിച്ച ശേഷം ഏലപ്പാറ പഞ്ചായത്തിൽ പര്യടനത്തിന് എത്തിയ ദിവസമാണ് ചെമ്മണ്ണ് അമ്പലത്തിൽ കുടുംബം അന്നദാനം നടത്തിയത്. പീരിമേട്ടിൽ UDF സ്ഥാനാർത്ഥിയായി സിറിയക് തോമസ് എത്തിയപ്പോൾ ജയിച്ചാൽ ചെമ്മണ്ണ് അന്നപൂർണേശ്വരി ഭദ്രകാളി അമ്പലത്തിൽ അന്നദാനം നടത്തിയേക്കാമെന്നായിരുന്നു കൊച്ചുകരുതിരുവി സ്വദേശികളായ ഗോപാലൻ പെരുമാൾ, ഭാര്യ വസന്ത എന്നിവരുടെ നേർച്ച. വിജയിച്ചു കഴിഞ്ഞ് ഏലപ്പാറ പഞ്ചായത്തിൽ നന്ദി പര്യടനം നടത്തുന്ന ദിവസം അന്നദാനം നടത്തിയേക്കാമെന്നായിരുന്നു നേർച്ച നേർന്നത്. ഇന്നലെ സിറിയക് തോമസ് ഏലപ്പാറ പഞ്ചായത്തിൽ പര്യടനം നടത്തുകയും പര്യടനത്തിൽ ഗോപാലനും ഭാര്യ വസന്തയും പങ്കെടുത്തു. ഇരുവരും MLA സ്വീകരിക്കുകയും ചെയ്തു. ഇവരുൾപ്പെടെയുള്ളവരുടെ നേർച്ച വലിയ ജയമാണ് സിറിയക് തോമസിന് സമ്മാനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അമ്പലത്തിൽ അന്നദാനം നടത്തി ഈ സാധാരണ കുടുംബം വ്യത്യസ്തമായത്. 20,000 രൂപ മുടക്കിയാണ് ചെമ്മണ്ണ് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ അന്നദാനം നടത്തിയത്. നിങ്ങളോട് വന്നു പറയുകയാണ്, ഞാൻ തിരിച്ചറിയുന്നു നിങ്ങളെല്ലാം വളരെയധികം തീക്ഷ്ണമായ പ്രാർത്ഥന എനിക്ക് വേണ്ടി ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാനിവിടെ കടന്നു വരുമ്പോഴും ഞാൻ നമ്മുടെ ഗോപാലിനും ചേട്ടനും അവരെന്തെങ്കിലും ഇന്ന് അന്നദാനം നടത്തിയതൊക്കെയാണ്. എനിക്ക് തെരഞ്ഞെടുപ്പിന് മുമ്പ് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ്. അവർ നേടുന്നതാണ്. തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ചെമ്മണ്ണ് ഭഗവതിക്ക് അവിടെ അന്നദാനം നടത്താമെന്ന് അവരുടെ നേർച്ച. അങ്ങനെ ഒത്തിരി പേര് നേർച്ച. സിറിയക് തോമസിന്റെ പിതാവ് മുൻ MLA KK തോമസുമായുള്ള അടുത്ത ബന്ധമാണ് ഈ തൊഴിലാളി കുടുംബത്തിനുള്ളത്. ആ ബന്ധം അവരുടെ നേതാവിന് കൊടുത്തതുപോലെ മകനും MLAയുമായ സിറിയക് തോമസിന് നൽകുകയാണ്. കഴിഞ്ഞ 2.5 പതിറ്റാണ്ടായി പീരുമേട് മേഖലയിലെ തൊഴിലാളി നേതാവാണ് സിറിയക് തോമസ്. ഇത്തരത്തിൽ നിരവധി ആളുകളാണ് വിവിധ ആരാധനാലയങ്ങളിൽ വഴിപാടുകൾ നേർന്നിരിക്കുന്നത്. തോട്ടം തൊഴിലാളികളുമായി വൈകാരിക ബന്ധമാണ് സിറിയക് തോമസിനുള്ളത്. വേളാങ്കണ്ണി, ശബരിമല, ഏർവാടി തുടങ്ങിയ ആരാധനാലയങ്ങളിൽ വഴിപാടുകൾ നേർന്നിട്ടുണ്ട്. ഏലപ്പാറ പഞ്ചായത്തിൽ അഡ്വക്കേറ്റ് സിറിയക് തോമസിന്റെ നന്ദി പര്യടനം പൂർത്തിയാക്കി. ഇടുക്കി വിഷൻ ന്യൂസ്, ഏലപ്പാറ.